നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വൻ MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. ഗുരുവായൂർ പാവർട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ സത്യാഗ്രഹ സമരം നടത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹാൻഡ്സ് പോലുള്ള ലഹരിവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിന് പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം സ്വദേശി വടക്കേ തലയ്ക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കായി അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വൻ MDMA വേട്ട. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഡാൻസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത്. 3 ഇടങ്ങളിൽ നിന്നായി 322 ഗ്രാം MDMAയുമായി 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിലായി. ഗുരുവായൂർ പാവർട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായത്. വാണിയംപാറയിൽ നടത്തിയ ആദ്യഘട്ട വാഹന പരിശോധനയിലാണ് ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവർ പിടിയിലാകുന്നത്. ഇതിൽ ഒരു സ്ത്രീയുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ 2 ഗ്രാം MDMA കണ്ടെടുത്തു. ഇതോടെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഷിഫാസിന്റെ വീട്ടിൽ നിന്നും 20 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. തുടർന്ന് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ നിന്നും 300 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ പാലയൂർ സ്വദേശി അൻഷാദ്, ചക്കങ്കണ്ടം സ്വദേശി ഷബീർ എന്നിവരെ കൂടി പോലീസ് പിടികൂടുകയായിരുന്നു. ഒരു കവറിൽ 3 പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കടയിൽ നിന്നും MDMA കണ്ടെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിൽ മയക്കുമരുന്ന് പിടികൂടുന്നതിനായി വ്യാപക പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യാഗ്രഹ സമരം നടത്തി. നഗരസഭാ ഓഫീസിന് മുന്നിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പ്രതിഷേധം. കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, മിനി മോൻസി, റോഷിദ് ഓടാട്ട്, KP അനീന, മിനി, ജിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹ സമരം നടന്നത്. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം തെരുവുനായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതുമൂലം നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൗൺസിലർ ഷാജി ആലിക്കൽ പറഞ്ഞു. സമരം ആരംഭിച്ച കൗൺസിലർമാരെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് അഭിവാദ്യം ചെയ്തു. സമരത്തിൽ പങ്കെടുക്കുന്ന കൗൺസിലർമാരെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റെജി മാഷ്, ബ്ലോക്ക് ട്രഷറർ ഉണ്ണി ഏറത്ത്, INTUC റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി തമ്പി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു എന്നിവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തൃശൂർ മുള്ളൂർക്കരയിൽ കാട്ടാനയെത്തി. തൃശൂർ പട്ടാമ്പി സംസ്ഥാന പാത മുറിച്ചു കടന്നാണ് കാട്ടാനയെത്തിയത്. ആന ജനവാസ മേഖലയിൽ എത്തിയതോടെ ജനങ്ങൾ ഭീതിയിലായി. വാഴക്കോട് BRDക്ക് സമീപമാണ് കാട്ടാന റോഡ് മുറിച്ച് ജനവാസ മേഖലയിലേക്ക് കയറിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. വനവകുപ്പ് സംഘമെത്തി പിന്നീട് ആനയെ തുരത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹാൻഡ്സ് പോലുള്ള ലഹരിവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിന് പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം സ്വദേശി വടക്കേ തലയ്ക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30 സംഭവം. ലഹരിവസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനെതിരെ പിതാവ് സൈമൺ നിരന്തരം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ 600ഓളം പാക്കറ്റ് ഹാൻഡ്സുമായി സൈമണിന്റെ മകൻ ജോബി കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരുന്നു. ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇന്നും രാവിലെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് കണ്ട സൈമൺ ഇത് തടയാൻ ശ്രമിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പ്രകോപിതനായ ജോബി പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സൈമണിന്റെ നെഞ്ചിൽ ചവിട്ടുകയും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മർദ്ദിക്കുകയും ചെയ്തു.
സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വാർഡ് കൗൺസിലർ റീജ സലീലിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സൈമണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സൈമൺ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രതിയായ ജോബിക്കായി അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും ഇത്തരത്തിൽ മകൻ തന്നെ മർദ്ദിച്ചതിനെ തുടർന്ന് സൈമൺ തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിഗണിച്ച ജില്ലാ കളക്ടർ സൈമണെ മർദ്ദിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും പ്രതിമാസം 3000 രൂപ പിതാവിന് നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ് പോലും ലംഘിച്ചാണ് മകൻ വീണ്ടും ക്രൂരമായി ആക്രമിച്ചതെന്ന് പിതാവ് പറഞ്ഞു. തൃശൂർ കുന്നംകുളം റോഡിൽ കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി. യൂണിറ്റി ആശുപത്രിക്ക് സമീപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ബേക്കറിയിൽ ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പാരഡൈസ് എന്ന സ്വകാര്യ ബസ് മുന്നിൽ പോകുകയായിരുന്ന പിക്കപ്പ് വാനിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാൻ റോഡരികിലെ ബേക്കറിയിലേക്ക് പാഞ്ഞുകയറി. ബേക്കറിയുടെ മുൻവശത്തെ ടേബിളുകളിലും മറ്റ് സാധനങ്ങളിലും ഇടിച്ചാണ് വാൻ നിന്നത്. കടയ്ക്കുള്ളിലെ ഫർണിച്ചറുകൾക്കും സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ബസ്സിനും പിക്കപ്പ് വാനിനും കേടുപാടുകൾ സംഭവിച്ചു. തമിഴ് സംവിധായകനും നടനുമായ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹൃദയാഘാതമാണ് മരണകാരണം. നടൻ, തിരക്കഥാകൃത്ത്, സംഗീത സംവിധായകൻ എന്നീ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു ഭാഗ്യരാജ്. ഭാരതി രാജയുടെ 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 2 വർഷത്തിനു ശേഷം സംവിധായകനായി അരങ്ങേറി. പിന്നീടുള്ള 5 പതിറ്റാണ്ടുകാലം തിരക്കഥാകൃത്തായും സംഗീത സംവിധായകനായും നടനുമായുമെല്ലാം വെള്ളിത്തിരയിൽ അദ്ദേഹം തിളങ്ങി. നടി പൂർണിമയാണ് ഭാര്യ. നടൻ ശാന്തനു ഭാഗ്യരാജ്, ശരണ്യ ഭാഗ്യരാജ് എന്നിവർ മക്കളാണ്. 1979 പുറത്തിറങ്ങിയ സുവരില്ലാതെ ചിത്രങ്ങളാണ് സംവിധായകനുള്ള ആദ്യ ചിത്രം. തുടർന്ന് മൗനഗീതങ്ങൾ, അന്ത 7 നാളുകൾ, ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്, മുന്താണൈ മുടിച്ച്, ചിന്ന വീട്, എങ്ക ചിന്നരാസ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും സംവിധാനം ചെയ്തു. മലയാളത്തിൽ മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന് തുടക്കമായി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത പുസ്തക രചയിതാവുമായ VS സരോജിനി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ ബിജി ടീച്ചർ, ഹെഡ് മിസ്ട്രസ് ജെൻസി ടീച്ചർ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വായന മാസാചരണത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സാഹിത്യത്തൂൺ, കയ്യെഴുത്തുമാസിക പ്രകാശനം, ക്വിസ് മത്സരങ്ങൾ, വായന രചന മത്സരങ്ങൾ, വായനാ വണ്ടി, പത്രവായന പ്രോത്സാഹനം തുടങ്ങിയ മത്സരങ്ങളും പരിപാടികളും വരും ദിവസങ്ങളിൽ കുട്ടികൾക്കായി നടക്കും. മാധ്യമപ്രവർത്തകനായ PA ദിനുദാസിന്റെ ആദ്യ കവിതാ സമാഹാരം കലർപ്പ് ഞായറാഴ്ച പ്രകാശിതമാകും. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായന പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പുസ്തക പ്രകാശനം നടക്കുന്നത്. തൃശൂരിലെ പ്രമുഖ പ്രസിദ്ധീകരണശാലയായ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് ആണ് കവിതാ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. നവമാധ്യമങ്ങളിലും ദേശാഭിമാനി പോലുള്ള വാരികയിലും ഇതിനകം എഴുതിയ 30-ൽ പരം കവിതകളാണ് ദിനുദാസിന്റെ ആദ്യ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആത്മീയ നാട്യങ്ങളുടെ, ജീവിതാസക്തികളുടെ ദുഷിപ്പുകൾക്കെതിരെയും നിരാധാര ജീവിതങ്ങളുടെ ഇരകളാകപ്പെട്ടവരുടെ സങ്കട വൃത്താന്തങ്ങൾക്കൊപ്പവും സഞ്ചരിക്കുന്ന വാക്കുകൾ കാവ്യഭാഷയിലും പ്രമേയത്തിലും ചില വിള്ളലുകൾ സൃഷ്ടിച്ച് പിറവികൊണ്ട കവിതകളാണ് കലർപ്പിൽ ഉൾച്ചേർത്തിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 5:30 വായനശാലയിലെ കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ KV അബ്ദുൽ ഖാദർ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പ്രസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റും ദേശാഭിമാനി സബ് എഡിറ്ററുമായ അക്ഷിത രാജ് ആദ്യ പ്രതി ഏറ്റുവാങ്ങും.
കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് എന്നിവർ പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥികളാകും. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തും. പ്രമുഖ സൈക്കോളജിസ്റ്റും വിദ്യാഭ്യാസ ചിന്തകനുമായ ഡോക്ടർ VC ബിനോജ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് എഡിറ്റർ ഇൻചാർജ് സനിത അനൂപ്, നോവലിസ്റ്റ് രജിതൻ കണ്ടാണശ്ശേരി, കവയത്രി മഞ്ജുഷ VB എന്നിവർ സംസാരിക്കും. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പുന്നൂർകുളം ഉപ്പുങ്ങലിൽ മത്സ്യവിത്തിറക്കി. ചാവക്കാട് മത്സ്യഭവന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ കോൾ കൃഷി സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ഉപ്പുങ്ങൽ വടക്കേപ്പടവിൽ ഒരു നെല്ലും ഒരു മീനും പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മത്സ്യവിത്ത് നിക്ഷേപം നടത്തിയത്. കോൾപ്പടവ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് അല്ലിപ്പറമ്പിൽ ജാഫറിന്റെ അധ്യക്ഷതയിൽ പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 50 ഹെക്ടർ പാടശേഖരത്തിൽ 1.5 ലക്ഷം കാർപ്പ് ഇനത്തിൽപ്പെട്ട കാട്ട്ല, ഗ്രാസ് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് മെമ്പർമാരായ നദീറ ഷെരീഫ്, ഹസീന അബു താഹിർ, കോൾപ്പടവ് സഹകരണ സംഘം സെക്രട്ടറി MD ബിജു, ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളെ ആദരിക്കൽ, കുടുംബശ്രീയുടെ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് യൂണിറ്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി നിർവഹിച്ചു. ചടങ്ങിൽ JLG അംഗങ്ങളുടെ പലിശ സബ്സിഡി, സംരംഭക ലോൺ, കുടുംബശ്രീ ഇൻഷുറൻസ്, ഡെത്ത് ക്ലെയിം എന്നിവയുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന, ബ്ലോക്ക് മെമ്പർമാരായ പ്രജിത്ത്, റംഷിയ, പഞ്ചായത്ത് അംഗങ്ങളായ റസാഖ് അഫ്സൽ, രേഷ്മ, രജിത, ഫസീല എന്നിവർ സംസാരിച്ചു. CDS അക്കൗണ്ടന്റ് മഞ്ജുള സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ശ്രീതി നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കമ്മ്യൂണിറ്റി കൗൺസിലർ, CDS മെമ്പർമാർ, RPമാർ, 224 കുടുംബശ്രീകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരും പങ്കെടുത്തു. എരുമപ്പെട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വടക്കാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ബ്ലോക്ക് തല ഉദ്ഘാടനം ഞായറാഴ്ച എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. രാവിലെ 9 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു ഉദ്ഘാടനം ചെയ്യും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O ശ്രീകൃഷ്ണൻ അധ്യക്ഷനാകും. പരിപാടിയുടെ ഭാഗമായി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾ പോളിയോ വാക്സിൻ നൽകും. 5 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും സമീപത്തുള്ള പോളിയോ വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ എത്തിച്ച് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ പീപ്പിൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ബദനി ആശ്രമാംഗം ഫാദർ ആൻഡ്രൂസ് OIC സ്കൂളിൽ സജ്ജമാക്കിയ പോളിംഗ് ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, നടപടിക്രമങ്ങൾ, വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് സോഷ്യൽ സയൻസ്, IT വിഭാഗങ്ങളുടെ സംയുക്ത നേതൃത്വത്തിൽ ഹിതപരിശോധന ഒരുക്കിയത്. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചത്. തിരിച്ചറിയൽ രേഖയുമായി എത്തിയ വിദ്യാർത്ഥികൾ വിരലിൽ മഷി പുരട്ടി കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ വോട്ട് രേഖപ്പെടുത്തി. വാശിയേറിയ വോട്ടെടുപ്പിനൊടുവിൽ സ്കൂൾ പീപ്പിൾ ലീഡറായി മുഹമ്മദ് നാജിഹും അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡറായി നവനീത് R നായരും തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം കരിസ്മ പാലസിൽ നടന്ന യൂണിറ്റ് കൺവെൻഷൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TG രാമചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചാൾസ് P വർഗീസ് പുതിയ അംഗങ്ങൾക്ക് ബൊക്കെ നൽകി സ്വീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ CU ആലിസ് പ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ MP ഗിരിജ, CP ആന്റണി, യൂണിറ്റ് സെക്രട്ടറി PR സത്യപാലൻ, CO ലൂസി, KK മല്ലിക എന്നിവർ സംസാരിച്ചു. ചിറ്റണ്ട ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. പ്രതിഷ്ഠാ ദിവസം പുലർച്ചെ 4-ന് പള്ളിയുണർത്തൽ, അഭിഷേകം, ഉഷപൂജ, പ്രഭാത പൂജ, തുടർന്ന് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ
9:30 നവകം, പഞ്ചഗവ്യം, കലശമാടൽ, ഉച്ചപൂജ, രാവിലെ 11 പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് 6 മണിക്ക് സഹസ്രദീപാർച്ചന, സഹസ്രദീപം തെളിയിച്ച ദീപാരാധന എന്നിവയും ഉണ്ടായി. മേൽശാന്തി സജു തിരുമേനി, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, ഉപദേശക സമിതി അംഗങ്ങളായ PS ശ്രീജിത്ത്, P രാംകുമാർ, CR ജിഷ്ണു, VC സാഗർ, CR ജിജിൻ, KV ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റാലികളും ഒപ്പുശേഖരണവും വിവിധ മത്സരങ്ങളും കലാവിരുന്നുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളും നടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുമായിരുന്നു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി അധ്യക്ഷയായി. MLA ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ബോധവൽക്കരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ജാഥയിൽ പങ്കാളിയാവുകയും ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, പഞ്ചായത്ത് അംഗം VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പോലീസ് SHO MN ബിജോയ്, ASIമാരായ K പ്രമോദ്, KP ബിനേഷ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനൂജ് കൃഷ്ണ, വിമുക്തി കോർഡിനേറ്റർ ജോസ് ജെയിംസ്, NSS പ്രോഗ്രാം ഓഫീസർ K തസ്നി എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം കുട്ടികളും ജനപ്രതിനിധികളും നാട്ടുകാരും ബോധവൽക്കരണ ജാഥയിൽ പങ്കാളികളായി. DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോരാടാം ലഹരിക്കെതിരെ ക്യാമ്പയിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കലും ലഘുലേഖ വിതരണവും നടത്തി. മേഖലാ സെക്രട്ടറി അനുമോൻ സീതമ്പി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ KK ഷമീർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി KA അഭിരാജ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം PB നിവേദ് നന്ദിയും പറഞ്ഞു. ലഘുലേഖ വിതരണം പ്രസിഡന്റ് VS ലെനിൻ ഉദ്ഘാടനം ചെയ്തു. സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലും യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ലഘുലേഖ വിതരണവും ബോധവൽക്കരണവും നടത്തി. കമ്മിറ്റി അംഗങ്ങളായ PJ സിജോ, PM വൈഷ്ണവ്, PV വിധുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലും എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടന്നത്. പ്രധാനാധ്യാപിക സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം ലഹരി വിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ സിസ്റ്റർ ലിനറ്റ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഡീന ഡേമി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. തുടർന്ന് കടങ്ങോട് റോഡ് സെന്ററിൽ വിദ്യാർത്ഥികൾ നടത്തിയ തെരുവു നാടകം ശ്രദ്ധേയമായി. അലാണ്ട റോയി ലഹരിവിരുദ്ധ പ്രസംഗം നടത്തി. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ ലഹരിയുടെ സാമൂഹിക വിപത്തിനെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് എരുമപ്പെട്ടി CI S അനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ ലഹരിക്കെതിരെ ഒപ്പുശേഖരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ലഹരി വിമുക്തമായ സമൂഹത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മയിൽ പങ്കുചേർന്നു. ഗുഡ് ഷെപ്പേർഡ് ITC ഡയറക്ടർ ഫാദർ ജോഷി പാലിയേക്കര ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ലഹരിമുക്ത സമൂഹത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കുന്നംകുളം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം ഒരുക്കി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വാർഡ് മെമ്പർ ബീന ബാബു എന്നിവരെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ ലയൺസ് ക്ലബ് സൗജന്യമായി വീട് പണിതുകൊടുത്ത ബിനുവിൽ ഇലക്ട്രിക് വീൽചെയർ കൂടി നൽകി. SSLC +2 വിജയിച്ച നിർധനരായ 17 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മൊമെന്റോയും വിതരണം ചെയ്തു. 2 വനിതകൾക്ക് സ്വയം തൊഴിൽ തേടുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ നൽകി. ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ, റീജിയൺ ചെയർപേഴ്സൺ ഗിൽബർട്ട് S പാർമൽ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജ്യോതിസ് സുരേന്ദ്രൻ, പ്രസിഡന്റ് സുജിക്സ് K അലക്സ് എന്നിവർ സംസാരിച്ചു.
യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ വിമൻസ് ക്ലബ്ബ് ഓഫ് കുന്നംകുളത്തിന്റെ ഉദ്ഘാടനം നിയുക്ത റീജിയണൽ ചെയർമാൻ എസ് രാജേഷ് ഗോപാൽ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് CM മാത്യൂസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജോസി ഫ്രാൻസിസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. പ്രസിഡന്റ് ലിനറ്റ് ഡേവിസ്, സെക്രട്ടറി AC സുനിത, ട്രഷറർ ലൈസി ബെന്നി, റീജിയണൽ ചെയർമാൻ K രഞ്ജിത് കുമാർ, V അൻവർ, ലിനറ്റ് ഡേവിസ്, AC സുനിത എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,195 രൂപ, പവന് 1,05,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ വൻ MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. ഗുരുവായൂർ പാവർട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ സത്യാഗ്രഹ സമരം നടത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹാൻഡ്സ് പോലുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിന് പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം സ്വദേശി വടക്കേ തലക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കായി അന്വേഷണം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.